സിപിഐഎമ്മിന്റെ നേതാവും കർഷക തൊഴിലാളി യൂണിയൻ ഭാരവാഹിയുമായിരുന്ന ഐ.വി. ഈക്കുട്ടിയുടെ 9ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. സിപിഐഎം ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റിയുടെയും കർഷക തൊഴിലാളി യൂണിയൻ മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പയ്യൂർ പ്രവിധ വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചാണ് ഈക്കുട്ടിയേട്ടൻ പാർട്ടിയുടെയും കർഷക തൊഴിലാളികളുടെയും നേതാവായി മാറിയതെന്ന് ബാലാജി പറഞ്ഞു. ഇപ്പോ നമ്മളൊക്കെ ജാഥയെല്ലാം നടത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കില്ല. ആരും വിളിക്കുന്ന നിങ്ങൾ വിളിക്കില്ല. അത് ശീലമായി പോയി. പലപ്പോഴും മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി പറയേണ്ട അവസ്ഥ നമ്മുടെ പാർട്ടിക്കുണ്ടാകും. ഈ കുട്ടികളും തന്റെ അവസാന ജാഥയിൽ പോലും ഉറക്കെ ഇൻകുലാബ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച സഖാവാണ്. ഈ കുട്ടിയുടെ മുദ്രാവാക്യം വിളിയിൽ പ്രത്യേകതകളുണ്ട്. ഒരു സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്റെ മുദ്രാവാക്യങ്ങളാണ്. സമരങ്ങളിൽ മുദ്രാവാക്യം വിളികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണിപ്പോൾ. എന്നാൽ തന്റെ ജീവിതകാലത്തെ അവസാന സമരമുഖത്തും സാധാരണക്കാരന് മനസ്സിലാകുന്ന, സാധാരണക്കാരന് ഏറ്റുവിളിക്കാനാകുന്ന മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത സഖാവാണ് ഐ.വി. ഈക്കുട്ടിയേട്ടനെന്നും ബാലാജി കൂട്ടിച്ചേർത്തു. സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം സി.ഡി. വാസുദേവൻ അധ്യക്ഷനായി. സിപിഐഎം ഏരിയ സെക്രട്ടറി കെ. കൊച്ചനിയൻ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി എം.ബി. പ്രവീൺ, കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ.ബി. ജയൻ, സിപിഐഎം ലോക്കൽ സെക്രട്ടറി എം. പീതാംബരൻ, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ.എ. രമേശ്, ഷീബ ശിവരാമൻ, ഈക്കുട്ടിയേട്ടന്റെ മകൻ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗം, ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുള്ള ഐ.വി. ഈക്കുട്ടി 2017 ഏപ്രിൽ 22-നാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്.